ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ജയിലിൽ വിട്ടുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നും അനക്ക് പറയുമ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് സേതു ചോദിക്കുന്നു. ഒരു സന്ധി സംഭാഷണം. അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ വീടാണ്. ഹോസ്പിറ്റലിൽ നിന്നും CCTV എല്ലാം അവർ എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ വിഷ്വൽസ് വെച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് ഇവിടെ എത്താം. ഇത് കേൾക്കുന്ന അവന്തിക പേടിയോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനഘയും ആതിരയും സ്നേഹയും കൂടി അവന്തികയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് അവരെ കണ്ടയുടൻ അവന്തിക ചോദിക്കുകയാണ്, ഡിവോഴ്സ് പേപ്പർ ഒപ്പിടാൻ വീണ്ടും എന്റെ കാല് പിടിക്കാനാണോ എല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അല്ല, നിങ്ങളെന്ന് സൽക്കരിക്കാനായിട്ടാ വന്നത്. അതിനുവേണ്ടിയുള്ള നാടകങ്ങളാണല്ലോ ചേച്ചി ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേ, നീ എന്നോട് മിണ്ടിപ്പോകരുത്. നീ ഇപ്പോ എന്റെ ശത്രുവാണെന്ന് അവന്തിക പറയുമ്പോ, നിങ്ങള് ഹോസ്പിറ്റലിൽ പോയി അർച്ചനയെടുത്തിട്ട കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചല്ലേ? ഈ ഭൂമിക്ക് ഭാരമാകാതെ നിങ്ങൾക്കങ്ങ് എവിടെയെങ്കിലും പോയി ഒന്ന് ചത്തു തുളഞ്ഞൂടെയെന്ന് അനഘ ചോദിക്കുമ്പോ അനഘയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അവന്തിക. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനഘയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. തുടർന്ന് ആതിരയും സ്നേഹയും ചേർന്ന് അവന്തികയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്തിക ബലത്തോടെ തന്നെ അനഘയുടെ കഴുത്തിന് പിടിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് തന്നെ ആതിരയെ സ്നേഹയും ചേർന്ന് അവന്തികയുടെ കാലിൽ ചവിട്ടുകയും വേദനയോടെ അവന്തിക താഴേക്ക് വീഴുന്നതുമാണ് കാണിക്കുന്നത്. മൂർത്തി, ഒരൊറ്റ ഒരെണ്ണത്തിനെയും വിടരുത്, നീ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് കരയുന്ന അവന്തികയാണ് കാണിക്കുന്നത്. വീട്ടിൽ കയറി ഗുണ്ടായിസം കാണിക്കുന്നു, മര്യാദക്കെല്ലാണോ ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് മൂർത്തി പറയുമ്പോ അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് മൂർത്തിയുടെ തലക്കിട്ടടിക്കുകയാണ് അനഘ. അതിനുശേഷം ചൂലെടുത്ത് മൂർത്തി അടിച്ച് പുറത്താക്കുകയാണ് ആതിര. അങ്ങനെ മൂർത്തി അടിച്ച് പുറത്താക്കിയതിനു ശേഷം അവര് അകത്തുനിന്ന് കതക് കുറ്റിയിടുകയും അവന്തികയെ ബലമായി കസേരയിൽ ഇരുത്തിക്കൊണ്ട് കയറിനാൽ ചുറ്റും കെട്ടുകയും ചെയ്യുന്നു. തുടർന്ന് അവന്തിക ചെയ്ത ഓരോ തെറ്റുകളും പറഞ്ഞുകൊണ്ട് അവന്തികയെ തലങ്ങും വിലങ്ങും തല്ലുന്ന ആതിരയും അനഘയും സ്നേഹയുമാണ് കാണിക്കുന്നത്. തുടർന്ന് അവരവിടെ ഇറങ്ങിപ്പോകുമ്പോൾ അവന്തിക പറയുകയാണ്, ഈ അവന്തികയുടെ ദേഹത്ത് ഒരിറ്റു ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഇത് കേൾക്കുന്ന ആതിരയും അനഘയും സ്നേഹയും പുച്ഛത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലെത്തിയതിനു ശേഷം അർച്ചനയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അനഘയും ആതിരയും സ്നേഹയുമാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് പണിയാ പിള്ളേരെ കാണിച്ചത്? ഇനി ഇതിന്റെ പുറകെ പോലീസും കേസും ഒക്കെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പവുമില്ലെന്നും ഞങ്ങൾ മൂന്നുപേരും ധൈര്യമായി തന്നെ പോയി ജയിലിൽ കിടക്കുമെന്നും അവർ മൂന്നുപേരും ഒരുപോലെ പറയുകയാണ്. കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാകുമെന്ന് അനഘ പറയുന്നു. ഇങ്ങനെ വിട്ടാൽ നീയൊക്കെ കൂടി ഗുണ്ടാ സംഘം തുടങ്ങുമല്ലോ എന്ന് അർച്ചന കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ അനഘ പറയുകയാണ്, അതെ, നെല്ലിശ്ശേരി ഗുണ്ടാ സംഘം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പേര് കൊടുക്കാം. നീയൊക്കെ വീട്ടിലേക്ക് ചെല്ല്, അച്ഛൻ നിനക്ക് ബാക്കി തന്നോളുമെന്ന് അർച്ചന പറയുകയാണ്. തുടർന്ന് സന്തോഷത്തോടെ അർച്ചനയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ആതിരയും അനഘയും സ്നേഹയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നടന്ന കാര്യങ്ങളെല്ലാം മൂന്നുപേരും കൂടി സേതുവിനോട് പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സേതു പറയുകയാണ്, അപ്പോ നീയൊക്കെ കൂടി ചേർന്ന് അവളെ പഞ്ഞിക്കിട്ടല്ലേ? എന്താണെങ്കിലും മൂന്നുപേരും വിഷമിക്കണ്ട, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും അച്ഛൻ നോക്കിക്കോളാം. അതേസമയം എല്ലാം കേട്ടുകൊണ്ട് സന്ദീപ് മുകളിലേക്ക് വരികയാണ്. അനഘേ, നീയാണിപ്പോ ഈ വീടിന്റെ ശക്തി, നിനക്കെതിരെ ആര് വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് സന്ദീപ്. തുടർന്ന് സന്ദീപ് പറയുകയാണ്, അച്ഛാ, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. മുഹൂർത്തമൊന്നും നോക്കണ്ടെന്നാ നന്ദേട്ടൻ പറയുന്നത്. സന്ധ്യച്ചായിട്ടുള്ള വിവാഹം ഉടൻ നടത്താമെന്ന്. വേണ്ട മോനെ, ഇനി അങ്ങനെ ഒരു മുഹൂർത്തം നോക്കാതെയുള്ള കല്യാണമൊന്നും നമുക്ക് വേണ്ട. എല്ലാം നോക്കി എല്ലാം തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം മതി വിവാഹം. പക്ഷെ ആദ്യം അവധികമായിട്ടുള്ള ഡിവോഴ്സ് അതും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടണ്ടേ? അർച്ചനയും കുഞ്ഞും വന്നാൽ ഉടൻ കല്യാണം എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന് സേതു പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. വയറുവേദന കൊണ്ട് അനങ്ങാനാകാതെ കിടക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. തുടർന്ന് നോക്കിയതിനു ശേഷം ഡോക്ടർ പറയുകയാണ്, സ്റ്റിച്ച് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെതാണ് ഇപ്പോൾ ഈ വേദന വന്നിരിക്കുന്നത്. പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുവരാനും എന്താണെങ്കിലും നമുക്ക് സ്കാൻ ചെയ്തൊന്ന് നോക്കാമെന്നും ഡോക്ടർ പറയുന്നു. സ്റ്റിച്ച് സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെയായിരിക്കും ഈ പെയിൻ വന്നത്. താൻ എന്താണെങ്കിലും വിഷമിക്കേണ്ട, ഞാനിപ്പോൾ എന്താണെങ്കിലും ഒരു ഇഞ്ചക്ഷൻ തരാൻ, പെയിൻ കുറയുമെന്ന് പറഞ്ഞ് ഡോക്ടർ ഇതിനെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.